ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഗരം മസാലയുടെ പുതിയൊരു LCHF റെസിപ്പിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത് ഒരു മിക്സഡ് വെജിറ്റബിൾ സാലഡുമായിട്ടാണ്. അവക്കാഡോ മിക്സഡ് വെജിറ്റബിൾ സാലഡാണിത്. വളരെ ഈസിയായി തയ്യാറാക്കി എടുക്കാവുന്നതാണ്. എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന ഒരു സാലഡാണിത്. LCHF ഡയറ്റിൽ സാലഡിനെല്ലാം വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അവക്കാഡോയിൽ ഫാറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ കൂടെ കുറച്ച് വെജിറ്റബിൾസ് കൂടെ ചേർക്കുന്നുണ്ട്. വളരെ ഈസിയും അതുപോലെ തന്നെ ഹെൽത്തിയുമായിട്ടുള്ള ഒരു സാലഡാണ് ഈ അവക്കാഡോ മിക്സഡ് വെജിറ്റബിൾ സാലഡ്. നമുക്ക് എങ്ങനെ ഈ സാലഡ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇതിനുവേണ്ടി ഞാനൊരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. ഇതിന്റെ കൂടെ ഒരു വലിയ സാലഡ് കുക്കുംബറും 2 അവക്കാഡോയുമാണ് എടുത്തിട്ടുള്ളത്. നല്ല പഴുത്ത അവക്കാഡോ തന്നെ എടുക്കണം. ഇതിനെല്ലാം നമുക്ക് മുറിച്ചെടുക്കാം. നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള സാലഡ് കുക്കുംബറിനെ നമുക്ക് ചെറിയ പീസുകളാക്കി മുറിച്ചെടുക്കാം. അടുത്തതായി നമുക്ക് തക്കാളിയെ മുറിച്ചെടുക്കാം. പഴുത്ത തക്കാളി എടുക്കാൻ ശ്രദ്ധിക്കണം. ഏത് വെജിറ്റബിൾ ഉണ്ടെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഈ സാലഡിൽ. ഞാനിവിടെ തക്കാളിയും സാലഡ് കുക്കുംബറുമാണ് എടുക്കുന്നത്. ഇനി അവക്കാഡോയുടെ തൊലിയെല്ലാം പീൽ ചെയ്ത് കളഞ്ഞതിന് ശേഷം വേണം ഇതിനെ മുറിച്ചെടുക്കാൻ. നന്നായി പഴുത്ത 2 അവക്കാഡോയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അവക്കാഡോ പഴുത്തിട്ടില്ലെങ്കിൽ ഈ സാലഡ് വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. പഴുത്ത അവക്കാഡോ തന്നെ ഉപയോഗിക്കണം. ഇവയെല്ലാം നമുക്കൊരു ബൗളിലോട്ട് എടുക്കാം. ഇനി ഇതിലോട്ട് ഞാൻ സെലറി കൂടെ ചേർക്കുന്നുണ്ട്. ഒരു സ്റ്റെം സെലറിയാണ് എടുത്തിട്ടുള്ളത്. ഈ സെലറിയുടെ ടേസ്റ്റ് പറ്റാത്തവർക്ക് അത് ഒഴിവാക്കാം. അല്ലെങ്കിൽ 1 ടീസ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ച് അതിലൊന്ന് വഴറ്റിയതിനു ശേഷം സെലറി ഇതിലോട്ട് ചേർത്ത് കൊടുത്താലും മതി. എല്ലാവർക്കും സെലറിയുടെ ടേസ്റ്റ് പറ്റിക്കൊള്ളണമെന്നില്ല. നമുക്ക് സെലറിയെ കൂടെ നന്നായി ചോപ്പ് ചെയ്തെടുക്കാം. ഇതിനെ കൂടെ നമുക്ക് വെസലിലോട്ട് ചേർക്കാം. ഇനി നമുക്ക് ഈ സാലഡിന് വേണ്ടിയുള്ള ഡ്രസ്സിംഗ് തയ്യാറാക്കി എടുക്കാം. ഇതിലോട്ട് ഞാൻ 1 ടീസ്പൂൺ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള കുരുമുളക് ചേർക്കുകയാണ്. അടുത്തതായി 1/2 പീസ് ലെമണിന്റെ ജ്യൂസ് ഒഴിക്കാം. 1 പീസ് വരെ ലെമൺ ഉപയോഗിക്കാവുന്നതാണ്. ആവശ്യാനുസരണം ഉപ്പ് ചേർക്കാം. ഇതിലോട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ കൂടെ ഒഴിക്കാം. നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ സാലഡിനെ ഫ്രിഡ്ജിലോട്ട് മാറ്റിയാണ് ഞാൻ. കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും ഇതിനെ ഫ്രിഡ്ജിൽ വെക്കണം. ഞാൻ ഇതിനെ 1 മണിക്കൂറിന് ശേഷമാണ് സെർവ് ചെയ്യുന്നത്. അപ്പോഴേക്കിനും ഒലിവ് ഓയിലിന്റെ സ്മെല്ലെല്ലാം ഒന്ന് കുറയും. അതുപോലെ കുരുമുളകും ലെമൺ ജ്യൂസും ഉപ്പും എല്ലാം ഈ വെജിറ്റബിൾസിൽ പിടിക്കും. അപ്പോൾ സാലഡ് നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മുടെ ഈസിയും ടേസ്റ്റിയും ഹെൽത്തിയുമായ അവക്കാഡോ മിക്സഡ് വെജിറ്റബിൾ സാലഡ് തയ്യാറായിട്ടുണ്ട്. നമുക്കിതിനെ കുറച്ച് തണുപ്പോട് കൂടെ തന്നെ സെർവ് ചെയ്യാം. നല്ലൊരു ഫുൾ മീലായി തന്നെ നമുക്കിതിനെ സെർവ് ചെയ്യാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീണ്ടും നല്ല അടിപൊളി വിഭവമായി നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.